യുഗാദിയാണ്, പുതുവർഷ ആരംഭം. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ കൊറോണയും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും അടുത്തടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. മാസ്ക് എല്ലാവർക്കും ഒന്നും ഇല്ല, ചിലർക്ക് മാസ്ക് ഉണ്ട്, ചിലർക്ക് മാസ്ക് ഇല്ല. സാധാരണ ട്രെയിനിന്റെ എഞ്ചിനാണ് മറ്റ് ചരക്കുകളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്, നേരെ തിരിച്ചിട്ടാണ്. പക്ഷെ ഇത് വേറെന്തോ ഒരു പർപ്പസിനും കൂടെ ഉള്ള എഞ്ചിനാണെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യൻ റെയിൽവേ എന്നൊന്നും എഴുതിയിട്ടില്ല. ഇത് സാൻ എന്ന് എഴുതിയിരിക്കുന്നു. സാൻ അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേരാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ, ഹെവി മെഗാ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന റെയിലിൽ പോകുന്ന എഞ്ചിനാണോ എന്ന് സംശയമുണ്ട്. വളരെ പതുക്കെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതൊരു മുന്തിരിപ്പാടവും കായ്ച്ചു നിൽക്കുന്ന മുന്തിരിക്കൊലകൾ ധാരാളം സമൃദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും പറിക്കാറായിട്ടില്ല. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഒരു ചെറിയ മുന്തിരിക്കൊലയെങ്കിലും വാങ്ങിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ പച്ച വാങ്ങിച്ചിട്ടൊന്നും ചെയ്യാനില്ല. ഒരു കൊച്ചു വാവ ഇവിടെ ഇരിപ്പുണ്ട്. മൂപ്പര് പിച്ചാത്തിയുടെ മൂർച്ച കൂട്ടുകയാണ്. ഭാഷ അറിയാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിവർത്തിയില്ല. ഇതിനകത്തുള്ള ഒരു കല്ല് പിച്ചാത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി ആശാൻ ഉപയോഗിക്കുകയാണ്. ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. അവനാകെ ഒരു കൺഫ്യൂഷനില്ല. മോൻ്റെ പേരെന്താ? പേര് 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 ആ പേര് പേര് പേരു നൗഷേജ നൗഷാദ് നവതേജു. ഓ നവതേജു. സ്കൂളില്ലയാ? സ്കൂളില്ല? സ്കൂളിൽ പോണ്ട? സ്കൂൾ സ്കൂൾ ഓ ഓ ഹോ 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 എന്തോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിയപ്പാ, നവതേജു ബൈ ബൈ. താങ്ക് യു മോനെ. എങ്ങനെ പിച്ചാത്തി മൂർച്ച കൂട്ടുന്നതെന്ന് കാണിച്ച്. പിച്ചാത്തി പിച്ചാത്തി കത്തി. ആ പുല്ലൊക്കെ ഇറക്കുകയാണ് അവൻ. കണ്ടോ, പുല്ലിറക്കുന്നുണ്ടോ? മിടുക്കനാണ്. അമ്മയെ സഹായിക്കാൻ വേണ്ടി ചെറിയ കുട്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ബൈ ബൈ. ഇതൊരു പുതിയ പെട്രോൾ പമ്പാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡിലെ പെട്രോൾ പമ്പ് കാണുന്നത്. നയാര എന്ന് എഴുതിയിരിക്കുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ ഓയില്, ഭാരത് പെട്രോളിയം, SR അല്ലെങ്കിൽ ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ഷെല്ലുണ്ട്. ഈ നയാര എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഡീസൽ അടിക്കാം. നയാറാന്നോ നായരാന്നോ എന്ത് വേണമെങ്കിലും പറയാം. അടിപൊളി റോഡാണ് കേട്ടോ. 6 വരിക്ക് 6 വരിയില്ല, ഇവിടെ 4 വരി. ഇതിൽ ട്രാഫിക് ഇല്ല. ഒരു ശരാശരി 100 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. 100 കിലോമീറ്റർ സ്പീഡ് ശരാശരി മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു 85 കിലോമീറ്ററൊക്കെ ഒരു മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെത്തി. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഒരു തണൽ മരം കണ്ടുപിടിക്കാൻ പോലും വലിയ പ്രയാസമാണ്. എവിടെയെങ്കിലും ഒരു തണൽ മരം ഉണ്ടെങ്കിൽ അവിടെ ഒരു ട്രക്ക് ഓൾറെഡി ഒതുക്കിയിട്ടുണ്ടാവും. അവസാനം ഒരു ബസ് സ്റ്റാൻഡിൽ അഭയം പ്രാപിച്ചു. പിന്നെ ഒരു ചെറിയ തണലുണ്ട്. ആ തണലിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
നമ്മൾ കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അതിനവിടെ ഗ്യാസ് എല്ലാം കത്തിച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണിത്. ഏതാണ്ട് 2500 രൂപയോളം വിലയുണ്ട്. ഇതിൽ നമുക്ക് LPG സിലിണ്ടറും പിടിപ്പിക്കാം. LPG ഒരു കുട്ടി സിലിണ്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇന്ത്യയിലെ എല്ലാ പെട്രോൾ പമ്പിൽ നിന്നും കിട്ടും. ഇത് ഇന്ത്യൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചത്. HP-യുടേതും ഇതുപോലത്തെ കിട്ടും. പിന്നെ ഇതിന് അഥവാ LPG കിട്ടിയില്ലെങ്കിൽ ബ്യൂട്ടൈൻ കാനിസ്റ്റേഴ്സ് ഉണ്ട് ചെറിയ, അത് ഇവിടെ പിടിപ്പിക്കാം. ഈ ട്യൂബ്, ഈ LPG ട്യൂബ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ബ്യൂട്ടൈൻ കാനിസ്റ്റർ വെക്കാം. അപ്പോൾ അത്യാവശ്യം കുക്കിംഗ് എല്ലാം ചെയ്യാം. വലിയ ഭീകര കുക്കിംഗ് ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്കൊരു യാത്രാവേളയിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ക്യാരി കേസും ഉണ്ട്, ഒരു ബ്രീഫ് കേസ് പോലെ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ കുക്കിങ്ങിന് നമ്മളൊരു പാത്രം വാങ്ങിച്ചിരുന്നു. അത് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതൊരു സെറ്റാണ് പാത്രത്തിൻ്റെ. അപ്പോൾ കുറച്ച് ന്യൂഡിൽസും കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടിലാണ് ഞങ്ങൾ. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ മാറി, പുതിയ ആളാണ് ഇപ്പോൾ ഡ്രൈവർ. രശ്മിയുടെ കയ്യിലാണ് ഇപ്പോൾ വളയം. ലക്ഷ്മി ഇത് വലിയ എക്സ്പേർട്ട് ഡ്രൈവറൊന്നുമല്ല, എങ്കിലും ഒരുവിധം ഓടിച്ചു പോകുന്ന ആളാണ്. കാരണം അങ്ങനെ ഒരുപാട് ഓടിച്ച് ശീലമില്ല. പുള്ളിക്കാരുടെ സ്വന്തം ചെറിയ കാർ ഓടിച്ചിട്ടാണ് കൂടുതൽ പരിചയം. വലിയ കാർ ഇന്നോവ അങ്ങനെ ഓടിച്ചിട്ടില്ല. പക്ഷേ ഷീസ് ഡ്രൈവിങ് വെൽ. നമ്മളിപ്പോൾ നാഗ്പൂർ സിറ്റിയിലാണുള്ളത്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞ റെയിൽവേയിലെ ഒരു എഞ്ചിനീയറിംഗ് മാർവല് കണ്ടു. ഇനി നമ്മൾ നാഗ്പൂറാണ് ജിയോഗ്രഫിക്കലി നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മിഡിൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈൽ 0 എന്ന് പറഞ്ഞൊരു മോണ്യുമെൻ്റ് ഇവിടെ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങോട്ട് പോകാനും ഏകദേശം തുല്യ ദൂരം, അതാണ് ഉദ്ദേശിക്കുന്നത്. തുല്യ ദൂരം എന്നൊക്കെ പറയുമ്പോൾ അത്ര മാത്തമാറ്റിക്കലി പ്രിസൈസായിട്ട് തുല്യമൊന്നുമല്ല, എങ്കിലും ഏകദേശം ഇന്ത്യയിൽ എങ്ങോട്ട് പോകണമെങ്കിലും തുല്യ ദൂരമുള്ള ഒരു സ്ഥലമാണ് നാഗ്പൂർ. ആ നാഗ്പൂരിലെ 0 മൈൽ മോണ്യുമെൻ്റ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നാഗ്പൂർ ഒരു നല്ല വൃത്തിയും വെടിപ്പുമുള്ള സിറ്റിയാണ്. വലിയ അൾട്രാ മോഡേൺ ഒന്നും അല്ലെങ്കിലും എല്ലാ ഭാഗത്തും, പക്ഷെ ഉള്ള സ്ഥലമൊക്കെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാംഝൂല എന്ന് പറഞ്ഞൊരു 12 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു പാലമാണ്. വൺ വേ ഒക്കെ കയറി ആൾക്കാർ വരുന്നുണ്ട്. റെയിൽവേയുടെ ലൈനിന്റെ മുകളിൽ കൂടെയുള്ള ഒരു പാലമാണ്. അപ്പോൾ നമ്മൾ 0 മൈൽ കാണാൻ വേണ്ടി പോവുകയാണ് നാഗ്പൂർ പട്ടണത്തിലെ. പാതയോരങ്ങളിലൊന്നും വലിയ അഴുക്കും ചവറോ ഒന്നും കാണാനില്ല. എല്ലാം വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നാഗ്പൂരിലെ 0 മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റലേഷനാണിത്. ഇത് ഗൗരി ഷാഹിദ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണിത്. റിസർവ് ബാങ്ക് സ്ക്വയറിൻ്റെ അടുത്താണ്. ഇത് 1900-ൻ്റെ തുടക്കത്തിൽ എപ്പോഴോ ഇൻസ്റ്റാൾ ചെയ്തതാണ്. കാറുകളൊന്നും അധികം ഇതുവഴി പോകുന്ന കാണുന്നില്ല, എന്താണെന്നറിയില്ല.
കൂടുതലും ട്രക്കുകളാണ് ഈ വഴിക്ക് പോകുന്നത്. ഇനി കാറുകൾ വേറെ ഏതെങ്കിലും വഴിയാണോ തിരഞ്ഞെടുക്കുന്നതെന്നും പിടിയില്ല. എന്തായാലും ഗൂഗിൾ പറഞ്ഞ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കാറ് കയറ്റിക്കൊണ്ട് പോകുന്ന ട്രെയിനാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഗ്വാളിയറിലാണുള്ളത്. നല്ല ചൂടാണ്. 42 ഡിഗ്രി ഉണ്ട് പുറത്തിറങ്ങിയാൽ ഫ്രൈ ആവും. അതുകൊണ്ട് അകത്തുനിന്ന് കാറിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ ചിത്രം പകർത്തുവാണ്. ഇത് ഓട്ടോ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാർ കാരിയറാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം കാറാണ്. അപ്പോൾ കാറ് ട്രക്കിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും എളുപ്പം ഇതിൽ കൊണ്ടുപോകാം. അത് ഒരുപക്ഷെ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ബിയോണ്ട് ഡൽഹിയിലേക്കോ എല്ലാം കൊണ്ടുപോകുന്നതായിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിക്കാൻ നമുക്ക് പോകണം. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ധാബയിൽ നിന്നാണ് കഴിച്ചത്. അത് ഒരു ആലു പൊറോട്ട 10 മണി അടുപ്പിച്ചാണ് കഴിച്ചത്. നല്ല സൂപ്പർ ആലു പൊറോട്ട കിട്ടി. ദാൽ കറി ഉണ്ടായിരുന്നു. കുറച്ച് തൈര്, പിന്നെ കുറച്ച് തൈര് കിട്ടി. ഉള്ളി ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. ഉള്ളി, പ്യാജ്. അപ്പോൾ ഉള്ളി ചോദിച്ചപ്പോൾ ഉള്ളിയും കൊണ്ട് തന്നു. അടിപൊളിയായിരുന്നു. ആലു പൊറോട്ട അടിപൊളിയായിരുന്നു. അപ്പോൾ തന്നെ ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് മാവ് കുഴച്ച് അപ്പോൾ തന്നെ ചുട്ട് തന്നതാണ്. അത് സൂപ്പറായിരുന്നു സംഗതി. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ അവിടെ കിട്ടുന്ന ആലു പൊറോട്ട ആയിട്ടൊന്നും പോലെ ബന്ധമില്ല ഈ സാധനം. ഇവര് ഞാൻ കണ്ടു കേട്ടോ, ആലു പൊറോട്ട ആദ്യം ഉണ്ടാക്കിയിട്ട് സാധാരണ തവയിലൊന്നും ഇട്ട് ചുട്ടിട്ട് അപ്പോഴെണ്ണയൊന്നും തേക്കത്തില്ല, ഡ്രൈ ആയിട്ട് തന്നെ ചുടും. ചുട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അവര് കുറച്ചൊരു പാനിനകത്ത് ഓയിൽ ചൂടാക്കും. ആ ഓയിൽ ചൂടാക്കിയ പാനിനകത്തേക്ക് ഇവരെ തിരിച്ചു മറിച്ചു വന്നിടും. ഒരുപാട് നേരം എടുത്തില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇട്ടിട്ടിങ് എടുക്കും. എന്നിട്ട് അവർ ചെയ്തത് ഞാൻ കണ്ടു. അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു പേപ്പറിലോട്ട് വെച്ചു ഈ സാധനം. അപ്പോൾ ഈ ആലു പൊറോട്ടയുടെ പുറത്ത് പറ്റിയിരിക്കുന്ന എക്സസ് ഓയിലൊക്കെ ആ പേപ്പർ അങ്ങ് അബ്സോർബ് ചെയ്യും. അതിന് ശേഷമാണ് സംഗതി നമുക്ക് കൊണ്ടുതന്നത്. എന്തായാലും സംഗതി കിട്ടില്ല വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാറിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ തിന്ന് തൽക്കാല ശാന്തി നേടിയിട്ടിരിക്കുകയാണ്. എന്നാലും ഒരു 1 മണിയാകുന്നു. ഇപ്പോൾ 2 മണിയാകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കഴിക്കാൻ നിർത്താമെന്ന് വിചാരിക്കണം. എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ. 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം അവിടെ എത്തുമായിരിക്കും അല്ലേ? അല്ല, 2 മണിയാകുമ്പോൾ നമ്മൾ ഗ്വാളിയറിലെത്തണം. 2-2:30 ആകുമ്പോൾ. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകണ്ട. കാൺപൂർ ജാൻസി ഗ്വാളിയർ അല്ല, അവിടെ ബോർഡുണ്ട്. നമുക്ക് ഗ്വാളിയറിലേക്ക് 96 കിലോമീറ്റർ, ആഗ്ര 227 കിലോമീറ്റർ. നേരെ 127 കിലോമീറ്റർ ഉണ്ടോ അല്ലേ ആഗ്ര? ഒരു പിടി പിടിച്ചാല് ആഗ്ര എത്തും. ഗ്വാളിയർ പാലസ് കണ്ടിട്ട് തീരുമാനിക്കാം നമ്മള് ഗ്വാളിയറിൽ നിൽക്കണോ അതോ ആഗ്രയിൽ നിൽക്കണോ. അതിന്റെ ഒരു സമയക്രമം അനുസരിച്ച് ചെയ്യാം. പുറത്ത് 41 ഡിഗ്രിയാണ്. ദോശക്കല്ലൊന്നും വേണ്ട. ദോശ നമ്മുടെ ക്രിസ്റ്റയുടെ മുകളിൽ, ഡാഷ്ബോർഡിന്റെ മുകളിൽ ഇപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ ഓംലെറ്റ് ആക്കി എടുക്കാം. വേറെ ദോശക്കല്ലോ തവയോ ഒന്നും വേണ്ട. ജാൻസി കഴിഞ്ഞ് അടുത്ത സ്ഥലം ഗ്വാളിയറാണ്. അപ്പോൾ ഗ്വാളിയറിൽ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഗ്വാളിയർ പറ്റിയാൽ അവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും പ്രശ്നമല്ലെങ്കിൽ ഗ്വാളിയർ ഫോർട്ട് കാണണം. ഇവിടെയും ഈ ഗ്വാളിയർ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ്. 2 വശവും കൃഷി തന്നെയാണ്. ഗോതമ്പ്, മല്ലി,
ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഈ നാഗ്പൂർ മുതൽ ഇങ്ങോട്ട് വരുന്ന വഴിയിലുടനീളം ഇങ്ങനെയുള്ള കൃഷികൾ ധാരാളമായിട്ട് കാണാൻ പറ്റി. നമ്മൾ ഝാൻസി ഗ്വാളിയറിലേക്കുള്ള വഴിയിലാണ്. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു പാലവും ഒരു പുഴയും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. വെള്ളം കുറവാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. താഴെ ഒരു ചേട്ടൻ വഞ്ചിയിൽ ചൂണ്ടയിട്ട് നിൽക്കുന്നുണ്ട്. താഴെ രണ്ട് ചെറു കുട്ടികൾ ഒരു പ്രത്യേക ഷേപ്പുള്ള വള്ളത്തിലിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, കൊയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളിയുടെ കൃഷിയുണ്ട്. ഉള്ളിയുടെ കൃഷി, അതാണ് പച്ച നിറത്തിൽ കാണുന്നതൊക്കെ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ എന്നറിയില്ല, എന്തായാലും ഉള്ളിയാണ് സംഭവം. കൃഷിക്ക് അവർ ഒരുപാട് മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. ട്രാക്ടർ, അതുപോലെ കൊയ്ത്ത് യന്ത്രങ്ങൾ, പിന്നെ വൈക്കോല് ആ കൊയ്ത്ത് യന്ത്രം തന്നെ തിരിച്ച് റോൾ ചെയ്ത് ബണ്ടിൽസ് ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ആധുനിക കൃഷി രീതികളൊക്കെ ഒത്തിരി ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെറൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേ ആ നോക്കിയ സ്വർണ്ണ കളറിൽ കിടക്കുന്ന സ്ഥലം നോക്കി, അത് കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ്. ഇവർ ചെയ്യുന്നത് വൈക്കോല് അറുത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വിളവെടുത്ത് കഴിഞ്ഞാൽ കുറേ ഭാഗം കത്തിച്ച് കളയും. ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്ത കൃഷിക്ക് അത് റെഡിയാവും. അടുത്ത കൃഷി കാത്തു കിടക്കുന്ന പാടങ്ങളാണിത്. അത് കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ്. ഇവർ ചെയ്യുന്നത് വൈക്കോല് അറുത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വിളവെടുത്ത് കഴിഞ്ഞാൽ കുറേ ഭാഗം കത്തിച്ച് കളയും. ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്ത കൃഷിക്ക് അത് റെഡിയാവും. ഗ്വാളിയർ ഫോർട്ടിന്റെ പ്രവേശന കവാടത്തിലാണ്. ഇതിന് ഉർവായി ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഗേറ്റ്. ആ പുരാതനമായ ഗേറ്റ്, മരവും ഇരുമ്പും എല്ലാം കൊണ്ടുള്ള ഗേറ്റ് ഇവിടെ കാണാം. ദൂരെ ഫോർട്ട് കാണാം മുകളിലായിട്ട്. പുറത്തെ ചൂട് 45 ഡിഗ്രിയാണ്. നമ്മളിപ്പോ ഫോർട്ടിനകത്തേക്ക് ഡ്രൈവ് ചെയ്യുവാണ്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇതൊക്കെ നിർമ്മിച്ചു എന്നുള്ളത് ശരിക്കും കൗതുകരം തന്നെ അല്ലേ. എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ആൾക്കാർ? വെറും മാനുവൽ ഒരു ലേബറിന്റെ ബലത്തിൽ ഇത്രയും വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ചലഞ്ചിങ് ആണല്ലേ. അന്ന് ഇതുപോലെയുള്ള മെഷീൻസോ ഒന്നുമില്ല. വല സൈഡിലൊരു ഒരു ബുദ്ധന്റെ വിഗ്രഹം കുത്തി വെച്ചിട്ടുണ്ട്. ഗേറ്റിലേക്ക് എത്തി. ഇതാണ് എലിഫന്റ് ഗേറ്റ്, ഫോർട്ടിന്റെ മെയിൻ ഗേറ്റ്. तो यहाँ से कार ना बाइक
बस सिर्फ वॉक करके आना पड़ता है। ഓക്കെ तो ये किले का मुख्य गेट है सर, एलिफेंट गेट। ये देखो फेस एलिफेंट, ഓക്കെ ओ दांत क्रोकोडाइल, आइस काओ, बॉडी फिश, पैर देखे टाइगर, ഓക്കെ एलिफेंट। ആ मतलब ये टावर न्यू टावर है सर, वो टावर ओल्ड है सर, ഓ ये वाला पूरा न्यू है। ये बाद में पुराना हाँ तोड़ दिया था अंग्रेजों ने 1857 में। महारानी लक्ष्मीबाई हेल्प मांगने आई थी सर, हाँ हाँ सिंधिया से हेल्प मांगा था। सिंधिया ने वादा किया मैं हेल्प करूंगा, हाँ लेकिन हेल्प दी नहीं, अंग्रेजों की हेल्प कर दी। तो महारानी लक्ष्मीबाई ग्वालियर में ही मारी गई सर। तो ये टावर है ना, अंग्रेजों ने तोड़ा था, इसको बाद में रिपेयर कराया 1892 में। ഓക്കെ तभी तो ഇത് ഇംഗ്ലീഷുകാർ നശിപ്പിച്ച ഒരു ടവറാണ് ഈ ഭാഗത്തെ ടവർ. അപ്പോൾ അത് രണ്ടാമത് 1892 റിപ്പയർ ചെയ്തതെന്നാണ് പറയുന്നത്. ആ മഹാറാണി ലക്ഷ്മിബായി ഇവിടെ വെച്ചാണ് മരണപ്പെട്ടത്. तभी तो सिंधिया को गद्दार बोलते हैं सर, सिंधिया ने मदद की होती तो आज इनके पैलेस में चांदी का ट्रेंड नहीं होता, झूमर नहीं होता। और ये सिंधे महाराष्ट्र के थे, तो सिंधे से सिंधिया बनी सर। तो ये देखो है ना सर, मान मंदिर रिपेयर्ड एंड दिस न्यू टावर बिल्ट एंड कलर्ड ऑर्डर्ड थैंक्स महाराज अंडर डायरेक्शन मेजर सेंट्रल काशी राव सीताराम पाटनकर 1892 1 जनवरी 1892। ഇവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, മാൻ മന്ദിർ റിപ്പയർഡ് ആൻഡ് ദിസ് ടവർ ബിൽറ്റ് ആൻഡ് കളേർഡ് ബൈ ഓർഡർ ഓഫ് ഹിസ് ഹൈനസ് ദി മഹാരാജ സിന്ധ്യ അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് മേജർ ജനറൽ കാശിറാവ് സർവേ and with the permission of Major Sitaram Patankar 1st January 1892. പോകാം നമുക്ക് അങ്ങോട്ട് നോക്കാം. तो ये आप देख रहे हैं न्यू टावर और ये ओल्ड, ആ ये ओल्ड पार्ट അതാണ് ആ കല്ലുകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. जैसे jointed पत्थर में किया है। कोई डिफरेंस है ना. बिल्कुल डिफरेंट है, बहुत अंतर है। पहले यहाँ से एंट्री कोर्ट में जानी थी, ये क्लोज कर दिया और ये अंग्रेजों का प्रिजनर था, अभी इसे ऑफिस बना दिया। ये किले का मेन गेट है, एलिफेंट गेट, एलिफेंट डोर। महाराजा कम में आओ गो, जीरो तो मंदिर 4 बुझा है, विष्णु जी का टेम्पल है, ये फेस नहीं है, फिर बंद है, अभी क्लोज है। इधर जा, वो अभी क्लोज है क्योंकि इधर फेस नहीं है, आज कॉलेज बहुत बंद हो गया। ये देखो सर, शिवलिंग था ये 15th सेंचुरी में, और यहाँ पर कलश लगा होता था। तो ये मुगलों ने कैप्चर करके शिवलिंग को फेंक दिया और फिर इसमें 50 किंग को कैप्चर किया। ഇവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് മുഗൾ രാജവാഴ്ചക്കാലത്ത് ഇത് ശിവലിംഗം ഇവിടെ നിന്ന് നശിപ്പിച്ച് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ രാജാക്കന്മാരെ നാട്ടുരാജാക്കന്മാരെയൊക്കെ മുഗളർ പിടിച്ച് കെട്ടി ഓരോ തൂണിലും ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശിവക്ഷേത്രം നശിപ്പിച്ചിട്ട് രണ്ടാമത് ഇവിടെ നാട്ടുരാജാക്കന്മാരെ കെട്ടിയിടുന്ന ഒരു പ്രിസൺ അല്ലെങ്കിൽ ജയിലായിട്ട് മാറ്റിയിരുന്നു. ये पूरा അതൊക്കെയാണ് ചരിത്രം പറയുന്നത്. ये सारा कवर्ड होता था, जैसे ओपन कर दिया सर। यहाँ टाइटन साउंड होता था सर शाम को 7:30 ഓക്കെ ഓക്കെ एवरी डे, लेकिन अभी लॉकडाउन में बंद है सर। ये कल से ये भी बंद हो जाएंगे सर। और ये बॉर्डर लाइन है सर 10 किलोमीटर, 10 किलोमीटर एरिया। ഇത് ഈ കോട്ടയുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. ഏതാണ്ട് 500 വർഷം മുമ്പ് ഉണ്ടാക്കിയ സംഭവമാണ്. ഗ്വാളിയറിൽ മഴ വളരെ കുറവായതുകൊണ്ട് കിട്ടുന്ന മഴവെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഒരു സംഭരണി. നോക്കി എന്ത് മനോഹരമായിട്ട് എന്ത് സയൻറ്റിഫിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, പിന്നെ ഇത് കാണാൻ വരുന്ന ആൾക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും കിടപ്പുണ്ട്. എന്ത് ചെയ്യാനാ? താഴെ ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാരത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ പ്രവേശന കവാടം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുവഴി ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ കല്ല് ഇഷ്ടിക കെട്ടി അടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഇതുവഴി നേരെ താഴെ ഇറങ്ങി പോകാമായിരുന്നു. ഇവിടെ കാണുന്ന ഈ പില്ലേഴ്സ് ഈ ശിവക്ഷേത്രമായിരുന്ന സ്ഥലത്തിൻ്റെ തൂണുകൾ 82 എണ്ണമാണ്. ഈ കോട്ട പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 500-ൽ പരം വർഷമായി.
6th സെഞ്ചുറിയിലാണ് പണി തുടങ്ങിയെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. और राजा को पूरे में समय लेप्रोसी थी, लेप्रोसी। ഓ ആ സമയത്ത് മഹാരാജാവിന് ലെപ്രസി ഉണ്ടായിരുന്നു. तो जैसे ही राजा ने किले फोर्ट का पानी पिया तो लागी राजा की लेप्रोसी ठीक हो गई। ഓ അത് राजा ने इस सिटी का नाम गालब ऋषि के नाम से ग्वालियर कर दिया। ഓ ആ രാജാവാണ് ഗ്വാളിയർ എന്ന് പറഞ്ഞ ഈ നഗരത്തിന് പേരിട്ടത്. ഇവിടുത്തെ വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെപ്രസി മാറിയെന്നാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. ये साझा गेस्ट हाउस കോട്ടയിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ്. ഇതൊക്കെ ടൺ കണക്കിന് ഭാരമുള്ള അമണ്ടൻ സാധനങ്ങളാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഇവിടെ അന്നത്തെ കാലത്ത്. गन मेटल का है, गन ഇത് ഗൺ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. इसमें पीतल, कॉपर, आयरन, गोल्ड, मिश्रण धातु, പല ലോഹങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. यहाँ से आग लगाने का था ഇവിടെയാണ് और यहाँ से गोला डाल देते, गोला बारूद। രോഹിത് ഇവിടെയാണ് തിരി വെച്ചിട്ട് കത്തിച്ചു വിടുന്നത്. അകത്ത് മുഴുവൻ ഗൺ പൗഡർ നിറച്ചിട്ട് ഇവിടെ തിരി വെക്കും. എന്നിട്ട് ഇവിടെ കത്തിച്ചു വിടും. അപ്പം ആ പ്രഷറിൽ അങ്ങോട്ട് സംഭവം പോകും. और ये ब्रिटिश क्राउन्स, इंग्लैंड रानी विक्टोरिया വിക്ടോറിയയുടെ ക്രൗൺ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. और ये 1842 मार्च 9 मार्च 1842। 1842 മാർച്ച് 9 നിർമ്മിച്ച സാധനമാണ്. और यहाँ पे पहिए लगे होते हैं सर, मतलब गाड़ियों पे। और ये एलिफेंट प्लेटफॉर्म है सर, एलिफेंट डाउन महाराज गोल सेट, एलिफेंट ഇത് प्लेटफॉर्म। മഹാരാജാവിന് ആനപ്പുറത്ത് കയറാനുള്ള ഒരു മൗണ്ടിങ് പ്ലാറ്റ്ഫോമാണ്. ആന ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ ആനപ്പുറത്തേക്ക് കയറാം. देखो ये दरवाजे उसी टाइम के, उसी टाइम का है. हाँ ये ओरिजिनल लोहा है सर, ओरिजिनल। ये फर्नीचर अभी का है सर, फर्नीचर हो गया। यहाँ पर फैन होते हैं सर, फैन। ഓഹോ ഗ്വാളിയർ ഫോർട്ടിലെ ജയിലാണിത്. जेल। ഇതൊക്കെ 500 വർഷം മുമ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല. ചെറിയ കേസിട്ടല്ല. കട്ടി നോക്കി ഇതിന്റെ അത് വെൽഡിംഗ് ഇല്ല. ഇതൊക്കെ റിവെറ്റിംഗ് ആണ്. ഉണ്ടോ? അന്നൊന്നും വെൽഡിംഗ് ഇല്ല, റിവെറ്റിംഗ് ആണ്. ഇത്രയും കട്ടിയുള്ള പട്ട यहाँ फैन होता എങ്ങനെ റിവെറ്റ് ചെയ്തെന്ന് അറിയില്ല. है। और ये वेंटिलेशन, सनलाइट। ये देखो सर, सनलाइट, वेंटिलेशन। സൺലൈറ്റ് വെന്റിലേഷൻ. ചൂട്. मुलाकात मिलने वाली। मिलने वाले के लिए इधर से मुलाकात करें. नहीं नहीं, अंदर से, बाहर से, यहाँ से मुलाकात होती है। അവരെ കാണാൻ വരുന്നവർക്ക് पूरा कवर कर दिया, ओपन कर दिया।